അസ്സലാമലൈക്കും ഗൈസ്. എന്റെ പെരുന്നാളിന്റെ ദിവസം സാധാരണിക്കുന്ന പോലെ അവര് സുബിക്ക് തന്നെ എണീറ്റു. രാത്രി കുറച്ച് ഉറക്കം വന്നിട്ടു എന്തെന്ന് അറിഞ്ഞിട്ട് പിറ്റേന്ന് പെരുന്നാൾ കൊണ്ടാവും. പിന്നെ പള്ളിക്ക് പോയി സുബിയൊക്കെ നിസ്കരിച്ച്. പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് പറയണ്ട, ഒരു ഒന്നൊന്നര ക്ലൈമറ്റ് ആണ്. സൂര്യൻ ഉദിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഏത് സമയത്തായാലും നാട്ടിൽ നല്ല ക്ലൈമറ്റ് ആണ്. പൊരുക്കെത്തിയ പിന്നെ ഉമ്മ ചായ ഉണ്ടാക്കി തന്നു. 8 മണിക്കാണ് നിസ്കാരം. വേഗം എല്ലാം റെഡിയാക്കി പള്ളിക്ക് പോയി. നിസ്കാരം കുത്തുവയെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും സാഫത്ത് ചെയ്തു. പിന്നെ നേരെ കബറുമ്പത്ത് പോയി പ്രാർത്ഥിച്ചു. കുട്ടുപുറകിലെ വന്ന് പള്ളിക്ക് എത്തിയിരുന്നു. പിന്നെ ഫോട്ടോഷൂട്ടും പിന്നെ സൊറ പറച്ചിലെല്ലാം കഴിഞ്ഞപ്പോ അപ്പ എന്നെ മയം വന്നു. കുഴപ്പമില്ല, 2 ദിവസം തീരെ മയില്ലായിരുന്നു. പിന്നെ ചങ്ങായിന്റെ അവിടെ പോയി അവിടെ കുറച്ച് സമയം കുത്തിയിരുന്നു. കുറച്ച് മഴയെല്ലാം പോയപ്പോ പിന്നെ പെരുക്കുപോയി. കുറച്ച് ബദാമെല്ലാം തിന്നു. പിന്നെ കുട്ടുവിനൊക്കെ കുറച്ച് സമയം കളിച്ച് പിന്നെ കുറച്ച് ഉറങ്ങി. ഉച്ചയ്ക്ക് ശേഷം പെങ്ങളാടെ പോകേണ്ട ഉമ്മ പറഞ്ഞു. പിന്നെ കുറെ ബസ് വെയിറ്റ് ആക്കി. ബസ് വന്നങ്ങനെ സീറ്റെല്ലാം കിട്ടി. പിന്നെ മുള്ളേരി എത്തി. ആടുന്നും കുറെ പോകാനുണ്ടായിരുന്നു. നല്ല വ്യൂ ആയിരുന്നു പിന്നെ ആ പോകുന്ന യാത്രയിൽ. പിന്നെ പെങ്ങളാടെ എത്തി. പെങ്ങളാടെ കുറെ സമയം സ്പെൻഡ് ചെയ്ത്. പിന്നെ ആടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ഓളെ പേരാന്ന് അസ്മ. ഓളുള്ളതുകൊണ്ട് സമയം പോയതേ അറിഞ്ഞില്ല. പിന്നെ നേരെ ഞാൻ നാട്ടിലേക്ക് തിരിച്ച്. അപ്പോഴേക്ക് സൂര്യൻ അസ്തമിക്കാറായിരുന്നു. ബസ്സിൽ തന്നെ ആയിരുന്നു യാത്ര. നല്ല ക്ലൈമറ്റ് ആയിരുന്നു വരുന്ന വഴിക്കൊക്കെ. മകരിവാനാകുമ്പോൾ അങ്ങനെ നാട്ടിലെത്തി. നാട്ടിലും നല്ല ക്ലൈമറ്റ് ആയിരുന്നു. ആ സമയത്തും കുട്ടു കാത്തിരുന്നോണ്ടേ ഉണ്ടായിരുന്നു. എന്നാ ശരി, വീണ്ടും കാണാം.